ladies and gentlemen. Your team, Abhilasham, Vishnu, along with that music director Ranjin. എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട വ്യക്തികളാണ്. അഭിലാഷും ഞാനും കൂടെ ഒരു സിനിമ ഓൾമോസ്റ്റ് പ്ലാൻ ചെയ്ത് നടക്കും, അപ്പം തന്നെ പറയുന്നുണ്ട്. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അഭിലാഷ് ഇന്ന് എനിക്ക് റിയലി യു ഗേവ് മീ എ സർപ്രൈസ്. ബിക്കോസ് നേരത്തെ വിനയം പറഞ്ഞ പോലെ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു സബ്ജക്റ്റാണ് എപ്പോഴും ഒരു ഹൊറർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിന്ന് മലയാള സിനിമയിൽ നിന്ന് ദൂരെ നിൽക്കുകയാണ്. പക്ഷേ ഇതുമായിട്ടുള്ള ഈ തുടക്കത്തിന് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വൈ? ബിക്കോസ് ദാറ്റ് ഇസ് അതിനൊരു സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നിൻ്റെ ഒരൊറ്റ ഒരു വിളി കൊണ്ട് മാത്രമാണ്. 6 മണിക്കൂർ വണ്ടി ഓടിച്ചാണ് എത്തിയിരിക്കുന്നത്. സോ എനിവേ ഐ വിൽ ബി ഗോയിങ് ബാക്ക് ടുമോറോ. ബട്ട് ദെൻ അത് ആ മനസ്സുകൊണ്ടുള്ളത്, അതാ നിങ്ങൾ 3 പേരെയും, വിഷ്ണുവിനെ ബിക്കോസ് ഓഫ് മൈ അസോസിയേഷൻ വിത്ത് യുവർ ഫാദർ that you don't know, but then I know. And Ranjit, anyway, we are doing something together very soon. And I wish you all the best. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവണം ഈ സിനിമയ്ക്ക് കൂടെ. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്, അതിൽ ഓഡിയൻസും ഉണ്ട്. സോ സപ്പോർട്ട് ദ ഫിലിം ആൻഡ് ലെറ്റ് ബി എ ഗ്രേറ്റ് സക്സസ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ജയ് ഹിന്ദ്. വ്യക്തിയാണെന്ന്. ഇനി അടുത്തതായി നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് ആ ലെഗസിക്ക് കാരണക്കാരനായ നമ്മുടെ സ്വന്തം അശോകൻ സാറാണ്. വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഹരിശ്രീ അശോകൻ സാറിനെ. നമ്മുടെ എല്ലാവരുടെയും വളരെയധികം പ്രിയപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. സോ സർ, ഐ വെൽക്കം യു. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയുടെ കാര്യം അഭിലാഷും മോനൊക്കെ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി ഇവർ സംസാരം കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു നല്ല സംഭവമാണല്ലോ. കേട്ടിട്ടില്ല ഞാനൊന്നും. അപ്പോൾ ഇതിൻ്റെ പേര് ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെയുള്ളൊരു ഹൊറർ സിനിമയാണെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സിനിമയാണെന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നീട് പതുക്കെ ഇതിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു. എനിക്ക് വളരെ ഈ അടുത്തിറങ്ങിയ സിനിമയിൽ പ്രേമലുവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റാണ് ഇക്കി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സീരിയലിൽ അഭിനയിച്ച അദ്ദേഹം കുട്ടീനെയൊക്കെ എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകൾ അണിനിരക്കുന്നൊരു സിനിമയാണ് ഇതിൻ്റെ. അഭിലാഷ് പിള്ള എന്ന് പറയുന്ന എഴുത്തുകാരൻ, വിഷ്ണു, രഞ്ജനൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരിക്കൽ. സുരേഷ് പടത്തിൽ പാട്ട് കേട്ടതിന് ശേഷം ഞാൻ വിളിച്ചു പറഞ്ഞു, ഗംഭീരമായിട്ടുണ്ട് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ തന്നെ പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ഭയങ്കര മാർക്കുണ്ടെങ്കിൽ മാത്രമേ അവിടെ കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരുപാട് ഫീസും വന്നു. അതുപോലെ തന്നെയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും നല്ല എഡ്യൂക്കേറ്റഡ് പിള്ളേരെ മാത്രമേ അവിടെ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് ആ കോളേജിന് അത്ര നല്ലൊരു പേര്. അതൊരു ഉദാഹരണമാണ് ഇതിലെ ടൈറ്റിൽ വായിച്ചാൽ തന്നെ വിഷ്ണു ശശിശങ്കർ, മുരളി കുന്നുംപുറം, അഭിലാഷ് പിള്ള, അങ്ങനെ എല്ലാവരും അത്രയും വളരെ ക്വാളിറ്റി ഉള്ള ആൾക്കാർ ഒരു മെഗാ ഹിറ്റ് സിനിമയായിട്ട് മാറും എന്ന് എനിക്ക് നല്ല എൻ്റെ മോനോടല്ലേ അച്ചോ. അപ്പോൾ അങ്ങനെ ഒരു സിനിമയായി മാറട്ടെ എന്ന് സർവേശ്വരൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അശോകൻ സാർ, ഒരു സംശയം നമുക്ക് ചോദിക്കാനുണ്ട്. എന്താ സംശയം? സാർ ഇപ്പോൾ ഒരുപാട് കോമഡി ഫിലിംസിലായാലും ഹൊറർ ഫിലിംസിലായാലും ഒക്കെ അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു ആ ഒരു ഫണ്ണി രീതിയിൽ ഇത്രയും ഭംഗിയായിട്ട് പേടി അഭിനയിച്ച് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് സാർ. അപ്പം മകൻ എന്തായാലും ഈ ചിത്രത്തിന്റെ ഒരു ഭാഗമാണ്. ആൻഡ് സാറിന് വളരെ പ്രിയപ്പെട്ട ഒരു ക്രൂ കൂടിയാണ്. അപ്പൊ എന്തെങ്കിലും കൈൻഡ് ഓഫ് ടിപ്സോ അഡ്വൈസോ ഒക്കെ കൊടുത്തിരുന്നു അവർക്ക്? അവന് മോനോ? അർജുൻ ചേട്ടനായാലും അല്ലെങ്കിൽ നമ്മുടെ ക്രൂവിനായിട്ടും. എന്താ വെച്ചാല് എൻ്റെ മോനെ കുറിച്ച് പറയുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു തോന്നണ്ട. കാരണം ഡെഡിക്കേറ്റഡ് ആണ് ഏത് വേഷം ചെയ്താലും. കാരണം അവനൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോക്കും മരുമോക്കും ഒക്കെ എല്ലാവർക്കും അറിയാം, അവൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം.
ഇപ്പം മെലിയാണ് ഏതൊരു പടത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ശരീരം മെലിച്ചാണ് ഭക്ഷണം കഴിക്കാതെ ചെയ്തുകൊണ്ടിരിക്കും. അത് മാത്രമല്ല കുറേ സിനിമകൾ കാണും അവൻ ചെയ്യാൻ പോകുന്ന സിനിമയുടെ കുറേ സിമിലാരിറ്റി ഉള്ള അങ്ങനെ കുറേ നന്നായിട്ട് പണിയെടുക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് അവനിൽ വിശ്വാസമുണ്ട്. പിന്നെ എൻ്റെ ടിപ്സൊന്നും അങ്ങോട്ട് ഏൽക്കില്ല, കാരണം അവൻ്റെ കയ്യിലുണ്ട് കുറേ സംഭവങ്ങൾ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. യു മേ ജോയിൻ ദി ഓഡിയൻസ്. എനിക്ക് തോന്നുന്നു അർജുൻ ചേട്ടാ ഇന്നൊരു ലോട്ടറി അടിച്ച ഫീലിംഗ് അറിയാം. കാരണം ഒരു അച്ഛൻ എന്നുള്ളതിലുപരി ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ അടുത്ത് നമ്മൾ കേട്ട വാക്കുകളാണത്. അപ്പം അർജുൻ ചേട്ടൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഐ തിങ്ക് ഹീസ് ദേർ സംവെയർ അല്ലേ? അപ്പം എന്തായാലും ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം. സോ നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഒരു ഹിറ്റുകളുടെ പ്രൊഡ്യൂസർ, ആക്ടർ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പം വിജയ് ബാബു സാറിനെയാണ് അടുത്തതായി ഞാൻ ഈ വേദിയിലേക്ക്. തോന്നുന്ന പോലെ തന്നെയാണ്. അപ്പം നമ്മളിവിടെ വരുമ്പോൾ ഇത്രയും നല്ലൊരു ടൈറ്റിൽ ലോഞ്ച് കാണുമ്പോൾ നല്ലൊരു ഫീലുള്ള സിനിമ, വണ്ടർഫുൾ ക്രൂ, വണ്ടർഫുൾ സെറ്റ് ഓഫ് ആക്ടേഴ്സ്. അപ്പം എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ്. അത് കോമ്പിനേഷൻ കാണുമ്പോൾ നമുക്ക് കൊതി വരും. എനിക്ക് നല്ല സിനിമകളുടെ അങ്ങനെ പ്ലാൻ കാണുമ്പോൾ ഇത് എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നങ്ങനെ. അപ്പോൾ അഭിലാഷും ഞാനും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഥകൾ പറഞ്ഞിട്ട് നടക്കാതെ പോയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഞാനായിരിക്കും അല്ലേ. എല്ലാ ദിവസവും കഥ പറയും, എല്ലാ ദിവസവും വിളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് നമ്മുടെ മലയാള സിനിമ ഇപ്പം 90s ആണ് എപ്പോഴും മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇറ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ഇപ്പോഴാണെന്ന്. കാരണം ഏറ്റവും വലിയ ഹിറ്റുകൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹിറ്റുകൾ പിറന്നത് മലയാള സിനിമയ്ക്ക് 2024 1000 കോടി വരെ എത്തി നിൽക്കുന്നു നമ്മുടെ ബോക്സ് ഓഫീസ്. മലയാള സിനിമയ്ക്ക് എക്കണോമിക് ടൈംസ് പോലും മലയാള സിനിമയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ള ഒരു അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നീഷായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് കഴിഞ്ഞ ആഴ്ച ആർട്ടിക്കിൾ വരെ എഴുതി. സോ സച്ച് എ വണ്ടർഫുൾ ടൈം ഫോർ മലയാളം സിനിമ. അത് മാത്രമല്ല കുറേ നാൾ നമ്മൾ പ്രീ റിലീസ് റൈറ്റ്സിനെ കുറിച്ച് ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ സാറ്റലൈറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ സാറ്റലൈറ്റിലൂടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് OTT ഉണ്ടായപ്പം പ്രീ റിലീസിൽ നിന്നും മാറി ബോക്സ് ഓഫീസിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയം. അതായത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ബിക്കം ദ കീ. പ്രീ റിലീസ് സെയിൽസ് അല്ലെങ്കിൽ OTTയും സാറ്റലൈറ്റിനെയും ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന തട്ടിക്കൂട്ടെന്ന് ഞാൻ പറയില്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന സിനിമകൾ മാറി ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിനിമകൾ വരണം, നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ വരണം, അത് മാർക്കറ്റ് ചെയ്യപ്പെടണം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. അപ്പം ഇത് കാണുമ്പോൾ ഇപ്പം നേരത്തെ അർജുൻ ഇവിടെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ടൈറ്റിൽ ലോഞ്ച് അല്ല, ഇനി ഇങ്ങനെ ഒരുപാട് ടൈറ്റിൽ ലോഞ്ചസ് ഉണ്ടാവും. ഇനി അത് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും, നല്ല കണ്ടന്റ് ഉണ്ടാവും. ബിക്കോസ് ഇനി അങ്ങോട്ട് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രിക്കും ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നിൽക്കാനാവൂ. അതുകൊണ്ട് എല്ലാവരും അവരുടെ കണ്ടന്റ് ശ്രദ്ധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ടൈറ്റിൽ ലോഞ്ച്. ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ നേരത്തെ വിനയൻ സാർ ഇവിടെ പറഞ്ഞ പോലെ ഈ ഹൊറർ സിനിമകൾക്ക് എന്നും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. കാരണം അത് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജോണറാണ്. അതിൻ്റെ കൂടെ ഹൊററാണ് നമ്മൾ കണ്ടതാണ്. ഇപ്പം രോമാഞ്ചമാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു ജോണറിൽ വന്ന ബ്രഹ്മയുഗമാണെങ്കിലും ഈ വർഷം തന്നെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ ഉണ്ടായിട്ടുള്ള, പിന്നെ മിനിമം ഗ്യാരണ്ടി എക്സ്പെക്ട് ചെയ്യുന്ന, പിന്നെ അഭിലാഷിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വിഷ്ണുവിനെയും രാജിനെയും ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. മുരളീചേട്ടൻ ഓൾസോ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു സർ. സർ എ സ്മോൾ ക്വസ്റ്റ്യൻ ടു യു. സോ ഇവിടെ അഭിചേട്ടൻ കുറെ കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം വെറൈറ്റി തേടി പോകുന്ന സർ ഇതിൽ നിന്ന് ഏത് കഥ ചൂസ് ചെയ്തിട്ടാണ് ഇനി നമ്മുടെ മുന്നിലേക്ക്? അല്ല, ഞാൻ പറഞ്ഞ അത് പല പല കാരണങ്ങൾ കൊണ്ട് അഭിലാഷ് ആദ്യമായിട്ട് പറഞ്ഞ കഥ തന്നെ അത് പല പല കാരണങ്ങൾ കൊണ്ടാണ് നടക്കാൻ. ചിലപ്പോൾ അതിൽ അതിന്റെ കോസ്റ്റ് ഒത്തു വന്നിട്ടുള്ള, അതിന്റെ കാസ്റ്റ് ഒത്തു വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പിന്നെ ചെയ്യാം. അങ്ങനെ അഭിലാഷ് വേറെ കഥകളിലേക്ക് പോകുന്നു, അത് ശരിയാവുന്നു. അതൊരു ആ മിക്സ് ശരിയാവാത്തതിന്റെയാണ്. അത് ഉടനെ ഉണ്ടോ? നിങ്ങൾ അത്രയും കഥകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ വർഷം തന്നെ? ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു സർ. അപ്പം എന്തായാലും ഈ വർഷം തന്നെ വെയിറ്റിംഗ് ഫോർ ദാറ്റ് സൂപ്പർ ഹിറ്റ്. ഏറ്റവും കൂടുതൽ കണ്ട ഒരു സെന്റൻസ്, ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മാളികപ്പുറം എന്നുള്ളതാണ്. മാളികപ്പുറം എന്താണ്, ഇവിടുത്തെ തിയേറ്റേഴ്സിൽ അതുണ്ടാക്കിയ ഓളം എന്താണ് എന്നുള്ളത് നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ടതാണ്. പക്ഷെ മലയാളത്തിൽ മാത്രമല്ല, ഒരുപാട് അഭിമാനത്തോടെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ആന്ധ്രാപ്രദേശിൽ ഇരുന്നിട്ടും ഇത് ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഇവിടെ ഉണ്ടായിരുന്ന അതേ സെൻസേഷനായിരുന്നു ഇത് അവിടെയും. ഞാനിപ്പോൾ കൂടുതൽ തെലുങ്ക് സിനിമകളാണ് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും ആദ്യത്തെ തെലുങ്ക് സിനിമ അല്ലു അർജുൻ ഗാരു പ്രൊഡ്യൂസ് ചെയ്ത
അവരുടെ ഓൺ ബാനറായ ഗീത ആർട്സ് ആണ് അവിടെ മാളികപ്പുറം റിലീസ് ചെയ്തത് തന്നെ. അത്രയും വലിയൊരു റിലീസായിരുന്നു, അത്രയും വലിയൊരു സെൻസേഷൻ ആയിരുന്നു. ബിപിൻ ബ്രോ പറഞ്ഞു, നിനക്ക് എവിടുന്നാണ് ഇത്രയും മാത്രം കഥ എന്ന് ചോദിച്ചത് വളരെ അതിലൊരു അതിശയോക്തി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തീവ്രമായ ഇന്റൻസിറ്റിയോട് കൂടിയാണ് അദ്ദേഹം സിനിമയെ ഇപ്പൊ കാണുന്നത്. മാളികപ്പുറത്തിന് മുമ്പുള്ള അഭിലാഷിനെ എനിക്കറിയാം. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഹങ്കർ കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. മാത്രമല്ല ചിരഞ്ജീവി സാറിനെയും നാഗാർജുന സാറിനെയൊക്കെ വെച്ച് പടം ചെയ്യുന്ന കല്യാൺ കൃഷ്ണ പോലും എന്നെ വിളിച്ചിട്ട് അഭിലാഷിന്റെ കൂടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുമോ, ഞാൻ കേരളത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആവുമ്പോൾ ഞാനും അവിടെ ഇരുന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടി അഭിലാഷ് ബ്രോ ഭയങ്കര ബിസിയാണ്, എന്താ ചെയ്യാൻ ഓരോ പരിപാടികളാണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് അഭിലാഷ് എത്തി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു സുമതി വളവ് എന്നുള്ളൊരു സിനിമ മലയാളത്തിൽ മാത്രമല്ല, ഇത് എല്ലാ ഭാഷയിലും നല്ല പോസിബിലിറ്റി തോന്നുന്നുണ്ട്. എനിക്കിതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. തുറന്നു പറയട്ടെ, ഒരു തട്ടുപൊളിപ്പൻ പടമാണ് ഈ സാധനം. ഇത് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ സിനിമ ആയതുകൊണ്ട് മാത്രമല്ല, ഒരു സിനിമ ലവർ എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ഓൺ സ്ക്രീനിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത് കാണാൻ വെയിറ്റ് ചെയ്യാണ്. വിജയ് ചേട്ടനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു അദ്ദേഹത്തിന് ഈ പാക്കേജ് കണ്ടപ്പോൾ കൊതിയായിന്ന്. കൊതിയാവാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എലമെന്റ് ആണ് ഇവര് അണിയറയിൽ ഇവര് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ സൂചിപ്പിച്ചു ഈ കഥ കഴിഞ്ഞപ്പോൾ, അഭിലാഷ് ബ്രോ ഇതിൽ തെലുങ്കിൽ നല്ല പോസിബിലിറ്റി ഉണ്ട്, ഓൾറെഡി നമുക്ക് ഗീതാർട്സ് ആയിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ പ്രേമലൂല് എല്ലാവരും ഇതിനകത്തുണ്ട്. പിന്നെ അഭിലാഷ് ബ്രോ ഒരു വേറെ ലെവലാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ കണ്ടു പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹീ ഈസ് ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ആൻഡ് വെരി ഹാപ്പി. ആൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഗോപിക ഒരുപാട് ലക്കിയാണ്. കാരണം ഇത്രയും മനോഹരമായ സിനിമയിൽ ഇത്രയും പെർഫോം ചെയ്യാനുള്ളൊരു കഥാപാത്രം, അതും നായികയായിട്ട് ഇതിൽ ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഐ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ഷീ ഡിസേർവ്സ് ഇറ്റ് എന്നുള്ളതാണ്. കാരണം സാന്ത്വനം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പാവം. ഒരുപാട് സീരിയലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നിരുന്നു, വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള. എനിക്ക് എപ്പോഴും ലൈഫിൽ തോന്നിയിട്ടുള്ള നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് നല്ല സാധനങ്ങൾ വരുമ്പോൾ നോ പറയാനുള്ള ആ ഒരു ബോൾഡ്നെസ് ആണ്. ആൻഡ് ഷീ ടുക്ക് ദാറ്റ്. സീരിയലുകളാണെങ്കിലും വെബ് സീരീസ്, സിനിമാ ചർച്ചകൾ വരെ വന്നിരുന്നു. സംതിങ് ഈസ് വെയിറ്റിംഗ് ഫോർ മീ എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിശ്വാസം ഗോപികയിലുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് ഷീ ഡിസേർവ്സ് ദിസ് ആൻഡ് ദാറ്റ് വെയിറ്റ് വാസ് വർത്ത് ഇറ്റ്. അഭിലാഷ് ബ്രോ ഇങ്ങനൊരു സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത്രയും റിസ്ക് എടുത്തൊക്കെ വളരെ നന്നായി എന്നുള്ളത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഐ ആം ഓൾസോ വെയിറ്റിംഗ് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ പെർഫോം ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷ്ണു ബ്രോനെ കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോൾ, പൊതുവേ ഗോപിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ്. നിങ്ങൾ ഈ കാണുന്ന സാന്ത്വനത്തിൽ കാണുന്ന അങ്ങനെ ഒരു ആളെ അല്ല. ക്രൗഡിനെ പേടിയാണ്, മീഡിയനെ പേടിയാണ്, ക്യാമറ പേടിയാണ്, സംസാരിക്കാൻ പേടിയാണ്, തുടങ്ങിയ എല്ലാ പേടികളും ഉള്ള ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പോൾ വിഷ്ണു ബ്രോനെ കാണാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ ചോദിച്ചു, അവിടെ ചെന്നിട്ട് എന്താ ഉണ്ടാവുക? ഞാൻ പറഞ്ഞൊരു സംവിധായകനല്ലേ കാണാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും സംവിധായകൻ അതിലൊരു സീൻ അഭിനയിച്ച് കാണിക്കാൻ പറയും. ആണോ? അപ്പോൾ ഇവിടെ തനിക്ക് അഭിനയിച്ചോട്. അഭിനയിക്കാം, നല്ല പേടി. ഞാൻ ചോദിച്ചു, ചിലപ്പോൾ തൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം, ചിലപ്പോൾ ഒരു ഓഡിഷൻ വെച്ചേക്കാം, ചിലപ്പോൾ ഒന്നും മിണ്ടില്ല, തന്നെ ഒബ്സർവ് ചെയ്തിട്ട് തിരിച്ചു പോക്കോളാൻ പറയും. എന്തുണ്ടാവാം. അപ്പോൾ അത്രയും പേടിയോട് കൂടിയിട്ട് ഞങ്ങൾ പോകുന്നൊരു വില്ലയിലാണ്. അവിടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, വിഷ്ണു ബ്രോ ഉണ്ട്, അഭിലാഷ് ബ്രോ ഉണ്ട്, എല്ലാവരും ഇട്ട് കഴിഞ്ഞിട്ട് അഭിലാഷ് ബ്രോ ആദ്യം അവളുടെ അടുത്ത് ചോദിക്കുന്നത്, യുനോ കാർഡ്സ് കളിക്കാൻ അറിയോ? അപ്പോൾ അവൾ എൻ്റെ അടുത്ത് മുഖത്തേക്ക് നോക്കി. ഞാൻ പറഞ്ഞു, ഇല്ല അറിയില്ല. അഭിലാഷ് ബ്രോ വളരെ ക്ഷമയോടുകൂടി അവൾക്ക് യൂനോ കാർഡ് കളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും വിഷ്ണു ബ്രോയും എല്ലാവരും കൂടി ഇരുന്ന് യൂനോ കളിച്ചു. അതിൽ അവൾ ജയിച്ചു. എന്നിട്ട് വിഷ്ണു പോയിട്ട് അഭിലാഷിനോട് പറഞ്ഞു, ഇവള് നമുക്കൊരു വെല്ലുവിളിയാവുന്ന തോന്നി, ഇത്രയും കാലം ഞാനായിരുന്നു ജയിച്ചിരുന്നത്. എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും റിലാക്സ്ഡ് ആയിട്ട് സൂപ്പർ കൂൾ ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെയാണ് ഇവൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിലും ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസിങ്ങും പരിപാടികളൊക്കെ പുള്ളി ഓരോ യൂനോ കാർഡ് കളിക്കുമ്പോഴും ഇതിന്റെ പരിപാടികൾ, അതിന്റെ സംഭവങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ തട്ടുപൊളിപ്പൻ സ്ക്രിപ്റ്റ് പോലെ തന്നെ ഇതിന്റെ ഷൂട്ടിങ്ങും ഒരു തട്ടുപൊളിപ്പൻ പരിപാടി തന്നെ ആയിരിക്കും. എന്തായാലും ഗംഭീരമാവട്ടെ. മുരളിച്ചേട്ടനെ പോലെ ഒരു ഗംഭീര പ്രൊഡ്യൂസറെയും കൂടി കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒന്നും നോക്കാനില്ല. സോ സുമതി വളവ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, എല്ലാവരും ഹൊറർ കോമഡിയെ കുറിച്ച് പറഞ്ഞു. കുറച്ചു കാലം മുമ്പ് ഞാൻ ചെയ്യുന്ന പ്രേതം ഒരു ഹൊറർ കോമഡി ആയിരുന്നു. അത് കുട്ടികളിൽ എത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം. സോ എല്ലാം കൊണ്ടും ഇപ്പൊ സംഭവം കറക്റ്റാണ്. നിങ്ങൾ നരേറ്റ് ചെയ്ത സാധനം അതേപോലെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. നമുക്ക് അവസാനം പിന്നെ ഇതേ ഹാളിൽ തന്നെ സക്സസ് മീറ്റിന് കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഓൾ ദി ബെസ്റ്റ്.
എല്ലാ സിനിമയിലും അനിയനായിട്ടൊക്കെ അഭിനയിക്കുന്ന നായകന്മാർക്ക് ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരടി അത് കമ്പൽസറി ആണ്. അപ്പം ഈ ഒരു സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ അങ്ങനത്തെ ഒരു അടിയുടെ സീൻ ഉണ്ടായിരുന്നോ, എന്താണ് എന്നൊക്കെ നമുക്ക് സ്മിനി ചേച്ചി വരുമ്പോൾ നേരിട്ട് ചോദിച്ചറിയാം. ചേച്ചി പ്ലീസ്. തീരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ സംസാരിക്കാൻ വിളിച്ചത്. എനിവേ ഐ ആം ക്വൈറ്റ് ഷുവർ ദാറ്റ് യു വിൽ ബി ഹാവിംഗ് എ ഫ്യൂ വേർഡ്സ് ടു ദി ഓഡിയൻസ്. എല്ലാവർക്കും നമസ്കാരം. ഓർക്കാപ്പുറത്താണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. എന്നോട് അശ്വതി ഇന്നലെ അഭിലാഷ് എനിക്കൊരു ഇൻവിറ്റേഷൻ ഇട്ടായിരുന്നു. അപ്പം ഞാൻ അശ്വതിയോട് ചോദിച്ചു എല്ലാവർക്കും ഫോർവേഡ് മെസ്സേജ് ഇടുന്ന കൂട്ടത്തിൽ വന്നതാണോ എന്ന്. അങ്ങനെ സംശയത്തിൽ ഇരിക്കുമ്പോഴാണ് വൈകിട്ട് എനിക്കൊരു കോൾ വന്നത്, ചേച്ചി വരണം എന്ന് പറഞ്ഞു. അത്രയും മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഇതിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. എന്താണേലും ഒരു അഭിലാഷിൻ്റെ വിളിയിൽ എല്ലാവരും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അഭിലാഷിൻ്റെ ഓരോ വാക്കിലും നമ്മളറിയാതെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എനിക്ക് ഇവിടെ എത്തേണ്ടി വന്നു. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആ ഒരു നോട്ട് ഓഫ് റെസ്പെക്റ്റില് പറഞ്ഞത്. ആക്ച്വലി ശിവദ ചേച്ചിയും അതിഥിയും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെ മാറിപ്പോയതാണ്. എനിവേ ഓൾ ഓഫ് യു ലുക്കിംഗ് സോ ഗോർജിയസ്. അപ്പം രണ്ട് വാക്ക് നിങ്ങൾ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കണം. അഭിചേട്ടൻ്റെ സിനിമയിലൊക്കെ നായികയായിട്ടും സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സൊക്കെ ആയിട്ടും നിങ്ങളിൽ മെജോറിറ്റി ആൾക്കാരും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസും ഇനി ഇപ്പം നമ്മൾ ഒരു ടൈറ്റിൽ കണ്ടു, അടിപൊളി ടൈറ്റിൽ. അപ്പം എന്താണ് സംസാരിക്കാനുള്ളത് എന്നൊക്കെ വി ഓൾ ആർ എക്സൈറ്റഡ് ടു ഹിയർ ഇറ്റ് ഫ്രം യു. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഞാനും ഇതുപോലൊരു വളവിലാണ് അഭിലാഷേനെ പരിചയപ്പെട്ടത്. 10ാം വളവ് എന്ന് പറഞ്ഞ സിനിമ. പപ്പേട്ടനായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അതിൽ വിഷ്ണു വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അവിടെ നിന്ന് മുതലേ ഇവരുടെ ഓരോരോ ഇനി ചെയ്യാൻ പോകുന്ന പല കഥകളും കേട്ടിട്ടുള്ള ആളാണ്, മാളികപ്പുറം ഉൾപ്പെടെ. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇതും നല്ലൊരു വിജയമായി തീരട്ടെ. അഭിലാഷേനും വിഷ്ണുവിനും രഞ്ജിൻ ആൻഡ് അർജുൻ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ, ഞാൻ എന്തായാലും മാളികപ്പുറം ടീമിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ എൻ്റെ സ്വന്തം ടീമാണ് മാളികപ്പുറം. അപ്പോൾ അവരുടെ അടുത്തൊരു പടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ മാളികപ്പുറം എൻ്റെ സ്വന്തം ഫാമിലി പോലെയാണ് എനിക്ക്. അപ്പോൾ അവരുടെ അടുത്ത മൂവിയും അതേപോലെ അല്ല അതിന് മുകളിൽ ഹിറ്റാവട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം അടിപൊളിയാവട്ടെ. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അഭി എന്നെ വിളിച്ചു. ഒരു പ്രാവശ്യമൊന്നല്ല കേട്ടോ, ഒരു 4-5 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാനും വിചാരിച്ചു ഇനി ഞാനെങ്ങാനും സിനിമയിലുണ്ടോ, ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഞാനും ഒന്ന് വിചാരിച്ചു. ഇല്ലെന്ന് മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവര് നേരത്തെ ചെയ്ത് ഇവർ 3 പേരും കൂടെ ഒരുമിച്ച സിനിമ. ഒരു സെക്കൻഡ്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇവര് നേരത്തെ സിനിമ മാളികപ്പുറം ഞാനൊരു 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ഫോണിൽ ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മെയിൻ റീസൺ ദീക്കുന്ന ആളാണ്. തിയേറ്ററിൽ 4 പ്രാവശ്യം കണ്ടു, തമിഴിൽ 2 പ്രാവശ്യം, മലയാളത്തിൽ 2 പ്രാവശ്യം. അപ്പൊ ഈ ഒരു സിനിമയും ഗംഭീര ഹിറ്റ് ആവട്ടെ. സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്കും എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. മുരളി ചേട്ടാ, അഭി, വിഷ്ണു, രഞ്ജൻ, അർജുൻ, എല്ലാവർക്കും എൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിന് ഓൾ ദി വെരി ബെസ്റ്റ്. എന്താ പറയണേ, അടുത്തത് ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ പടത്തിന്റെ ഓഡിയോ ലോഞ്ചിലും തുടർന്ന് അതിന്റെ ഗ്രാൻഡ് സക്സസ് മെഗാ ഹിറ്റ് ആയിട്ട് ഒരു 100 crore ക്ലബിൽ കയറി കഴിയുമ്പോൾ വന്ന് നിൽക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സ്റ്റേജിലേക്ക് വിളിച്ചത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. അഭിലാഷേട്ടൻ്റെ കോള് പോലെ തന്നെയായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് ഈ ടീമുമായിട്ട് നേരിട്ട് ബന്ധമില്ല, എനിക്ക് പരിചയമുള്ളത് അഭിലാഷേട്ടനുമായിട്ടാണ്. അഭിലാഷേട്ടനെ ഈ പറഞ്ഞതുപോലെ ഞാനൊരു ഷോയില് എനിക്കൊന്ന് 10ാം വളവിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഷോയിൽ വെച്ച് പരിചയപ്പെടുന്നത്. അതിനുശേഷം സുരേഷ് ഗോപി സാറിൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി നമ്മളൊന്നുകൂടെ ഓർമ്മ പുതുക്കി. ആ ഓർമ്മയുടെ പുറത്താണ് ശരിക്കും ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന പടത്തിൽ എനിക്കൊരു ചാൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ ഈ പരിസര പ്രദേശത്തൊന്നും ഇല്ലായിരുന്നു. ഞാൻ നാട് വിട്ടു പോയിരുന്നു, വേറെ സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് അത് നടന്നില്ല.
പക്ഷെ അടുത്ത സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ആയപ്പോൾ ഇപ്പൊ ശിവദ ചേച്ചി പറഞ്ഞതുപോലെ ബിരിയാണി എങ്ങാനും കൊടുത്താലോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നത്. കിട്ടുമോ കിട്ടില്ല എന്നറിയില്ല, അതെന്തായാലും പിന്നെ നോക്കാം. പക്ഷെ എന്തായാലും സിനിമയ്ക്ക് എൻ്റെ ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ ഈ പറഞ്ഞതുപോലെ സുമതി വളവ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള ഒരു ഞാൻ അതിനെപ്പറ്റി ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ കഥകളൊക്കെ പോലെ തന്നെ വലിയൊരു ഹിറ്റായി മാറട്ടെ സിനിമയും. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ 100 ദിവസം പോകട്ടെ, അതിന്റെ സെലിബ്രേഷൻ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. ഇവരിവിടെ വന്നിട്ട് വന്നതും പോയതും എല്ലാവരും എൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ദേവനന്ദയ്ക്ക് ശേഷം നാളെ എയറിലേക്ക് കയറാൻ ഞാൻ തയ്യാറായേക്കാണ്. ഇതൊന്നും ഞാൻ പറയിച്ചല്ലോ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ ഫോണിൽ വിളിച്ച ആള് ഞാനാണ്. അത് ഒരൊറ്റ തെറ്റ് മാത്രമാണ് ഞാൻ ചെയ്തത്. അത് എല്ലാവരും വന്നു, എല്ലാവരും നല്ലത് പറഞ്ഞു. ഇതിൽ ആദ്യമേ പറയേണ്ട ഒരു കാര്യമായിരുന്നു, കുറച്ച് ലിസ്റ്റിൽ വിട്ടുപോയതാണ്. നമ്മളിപ്പോൾ ഇവിടെ കണ്ട ഈ ഒരു ഞങ്ങളെ കാണിച്ച ടൈറ്റിൽ ലോഞ്ചിന്റെ വീഡിയോയിലെ ശബ്ദം, അത് ഞങ്ങൾക്ക് ആര് ചെയ്താൽ നന്നാവും എന്നിങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ എടുക്കുന്ന കൂട്ടത്തിലാണ് വിഷ്ണു ഗീത ചേച്ചിയുടെ കാര്യം പറയുന്നത്. മാത്രമല്ല ചുരുളിയുടെ ആ വോയിസ് ഭയങ്കര റെക്കഗ്നൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ചേച്ചിയെ ഇതേപോലെ തന്നെ ഫോണിൽ വിളിച്ച് ചേച്ചി ഇതേപോലെ ഒരു സംഭവം എനിക്ക് ഡബ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ചേച്ചി വന്ന് എനിക്കത് ചെയ്തു തന്നു, ഞങ്ങൾക്കത് ചെയ്തു തന്നു. അപ്പോൾ ചേച്ചിക്ക് സത്യം പറഞ്ഞ ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയാണ്. ചേച്ചി എൻ്റെ അടുത്ത് സാധാരണ നമ്മളെ ഒരു ആർട്ടിസ്റ്റിനെ അങ്ങനെ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഞാൻ ഈ പടത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കും. അതുപോലും എൻ്റെ അടുത്ത് ചോദിച്ചില്ല. വലിയ സന്തോഷമുണ്ട് ചെയ്തു തന്നതിന്. ചേച്ചിയെ സ്റ്റേജിലേക്ക് വിളിക്കാൻ മറന്നുപോയിരുന്നു. പ്ലീസ് സ്റ്റേജിലേക്ക് വരണം വിഷ്ണു. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ കാസ്റ്റ് ഒരു പറ്റം ആർട്ടിസ്റ്റുകൾ ഇന്നിവിടെ വരാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവരുടെ പേര് ഇപ്പം ഞങ്ങൾ പറയുന്നില്ല എന്ന് ഡിസൈഡ് ചെയ്തതാണ്. കുറേ ആർട്ടിസ്റ്റുകളെ വിട്ടുപോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വേദിയിലിരിക്കുന്ന ഒരാളെ ഞങ്ങൾ വിട്ടിരുന്നു. വിഷ്ണു പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. നമുക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ പരിചയമുള്ള ജസ്നിയും ഈ പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പക്ഷെ വിളിക്കാൻ വിട്ടുപോയതാണ്, ക്ഷമിക്കണം. സ്റ്റേജിലേക്ക് വരാം. പിന്നെ ഈ പറയുന്ന പോലെ ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. ഈ മനോഹരമായ സായാഹ്നത്തിൽ ഇവിടെ വരാൻ സാധിച്ചതിലും ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. സുമതി വളവ് എൻ്റെ ശബ്ദത്തിൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് അതിൻ്റെ ടൈറ്റിൽ അനൗൺസ് ആയതിൽ ഒരുപാട് സന്തോഷം. റിയലി പ്രൗഡ്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എല്ലാവരും പറഞ്ഞു അഭിലാഷിനെ കുറിച്ചിട്ട്. ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. അഭിലാഷ് വിളിച്ചിട്ട് ഇതുപോലെ തന്നെ ചേച്ചി വന്ന് ഒരു വോയിസ് ഓവർ ഉണ്ടെന്ന് വരുമോ എന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും എൻ്റെ ശബ്ദം അത് ആർക്കെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ തോന്നണമെന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പം അങ്ങനെയാണ് പോയി ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ വിഷ്ണുവിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അഭിലാഷ് അന്ന് ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്താ പറയുക, ഒത്തിരി സന്തോഷം. കാരണം ഈ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു വോയിസ് ഓവറിൽ കൂടിയെങ്കിലും ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നതിൽ സന്തോഷം. സുമതി വളവ് ഒരു വലിയ സക്സസ് ആവട്ടെ. മാളികപ്പുറത്തിന് ശേഷം മാളികപ്പുറത്തിനെക്കാട്ടിലും വലിയൊരു സക്സസ്സുമായിട്ട് അഭിലാഷ് പിള്ളയും വിഷ്ണുവും പിന്നെ പ്രിയപ്പെട്ട അർജുനും